ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് തങ്കലാൻ. ചിയാൻ വിക്രം നായകനായി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഈ സിനിമ അത്യാവശ്യം മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ കേരള തുറന്നാവകാശം ഏറ്റെടുത്തിരുന്നത് ഗോകുലം മൂവീസാണ്. ചിത്രത്തിന്റെ ഇന്നലെ 6 ദിവസം വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ 2,60,00,000 രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ തമിഴ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 4 ദിവസം വരെ, അതായത് ഞായറാഴ്ച വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 27,50,00,000 രൂപയാണ് തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തത്. നിലവിൽ 6 ദിവസം കൊണ്ട് 30 കോടിയോളം രൂപ തമിഴ്നാട്ടിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 53,64,00,000 രൂപയാണ് ചിത്രം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരുന്നത്. എന്നാൽ ഒഫീഷ്യൽ റിപ്പോർട്ട് തള്ളുന്ന കളക്ഷൻ റിപ്പോർട്ടാണ് ട്രാക്കർമാർ പുറത്തുവിട്ടത്. വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ 53 കോടി രൂപ 4 ദിവസം കൊണ്ടാണ് നേടിയെടുത്തിട്ടുള്ളത്. പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഔദ്യോഗികമായി ചിത്രം 65 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി ട്രാക്കർമാർ പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം 56 കോടി രൂപ 6 ദിവസം കൊണ്ട് ചിത്രം നേടിയെടുത്തിട്ടുണ്ട്. അരുൾനിധി നായകനായി അജയ് ജ്ഞാനമുത്ത് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഹൊറർ ത്രില്ലർ സിനിമയാണ് ഡൊമൈൻഡെ കോളനി 2. വൻ വിജയം നേടിയെടുത്ത ഡൊമൈൻഡെ കോളനിയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തിയ ഡൊമൈൻഡെ കോളനി 2 നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഇക്കഴിഞ്ഞ 6 ദിവസം കൊണ്ട് നേടിയെടുത്തത് 48 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ 4 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 16,50,00,000 രൂപയുമാണ്. നിലവിൽ 6 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് 24 കോടിയോളം രൂപയാണ്. ശ്രദ്ധ കപൂർ നായികയായി അമർ കൗശിക് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ് സ്ത്രീ 2. നിലവിൽ ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയെടുത്ത് സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ 4 ദിവസം കൊണ്ട് 283 കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത്. 5-ാം ദിവസമായ തിങ്കളാഴ്ചയും 6-ാം ദിവസമായ ചൊവ്വാഴ്ചയും കൂടി ഈ സിനിമ 90 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് 375 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഏകദേശം 50 കോടിയോളം രൂപ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അക്ഷയ് കുമാർ നായകനായി മുദാസർ അസീസ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഖേൽ ഖേൽ മെയിൻ. ആദ്യ 4 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരുന്നത് 23,50,00,000 രൂപയാണ്. ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 32 കോടി രൂപയുമാണ്. നിലവിൽ ഈ ചിത്രം വിജയിച്ചിട്ടില്ല. ബോളിവുഡിൽ നിന്ന് ഈ ആഴ്ച, അതായത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ 3ാമത്തെ സിനിമ വേദയാണ്. ജോൺ എബ്രഹാം നായകനായി നിഖിൽ അദ്വാനി സംവിധാനം ചെയ്ത ഈ സിനിമയും നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്തിട്ടില്ല. ഏകദേശം 50 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 6 ദിവസം കൊണ്ട് 26 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തെലുങ്കിൽ നിന്നും പ്രധാനമായി 2 സിനിമകളാണ് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയത്. രവി തേജ നായകനായി ഹരീഷ് ശങ്കർ സംവിധാനം ചെയ്ത മിസ്റ്റർ ബച്ചൻ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ഈ സിനിമ നിലവിൽ 15 കോടിയോളം രൂപയാണ് ആദ്യ 6 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. മിസ്റ്റർ ബച്ചൻ എന്ന ഈ രവി തേജ ചിത്രം വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പുരി ജഗന്നാഥ് സംവിധാനം ചെയ്ത ഡബിൾ ഐ സ്മാർട്ട് എന്ന സിനിമയാണ് 2ാമത്തെ തെലുങ്ക് ചിത്രം. രാം പൊതിനേനി, സഞ്ജയ് ദത്ത്, കാവ്യ ഥാപ്പർ എന്നിവർ അഭിനയിച്ച ഈ സിനിമയും വമ്പൻ പരാജയമാണ് നിലവിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. 5 ദിവസം കൊണ്ട് 17 കോടി സ്വന്തമാക്കിയ സിനിമ നിലവിൽ 19 കോടിയോളം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി 7 സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.